കളമശ്ശേരി മണ്ഡലത്തിൽ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് 25 കോടി രൂപയാണ് ചെലവഴിക്കുന്നതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ പഠന മികവിന് മണ്ഡലം MLA കൂടിയായ മന്ത്രി ഏർപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്കൊപ്പം കളമശ്ശേരി ആകാശമിട്ടായി സീസൺ 4 പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSLC +2 ക്ലാസുകളിൽ മികച്ച വിജയം നേടിയവരെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. ഉന്നത വിദ്യാഭ്യാസത്തിലും എല്ലാവരും മികച്ച വിജയം നേടണമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ വർഷവും സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് പ്രധാന അധ്യാപകർ, PTA പ്രതിനിധികൾ, മാനേജർമാർ തുടങ്ങിയവരുടെ യോഗങ്ങൾ വിളിച്ച് അഭിപ്രായങ്ങൾ കേട്ട ശേഷമാണ് മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. 210 അങ്കണവാടികളെ ടീച്ചർമാരെ വിളിച്ച് അവരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കി. ഇങ്ങനെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞാണ് ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഉളിയന്നൂർ ഗവൺമെൻറ് സ്കൂൾ വികസനത്തിന് 1.2 കോടി രൂപയും അറ്റകുറ്റപ്പണികൾക്കായി 6.5 ലക്ഷം രൂപയും അനുവദിച്ചു. കോട്ടപ്പുറം ഗവൺമെൻറ് LP സ്കൂളിന് 1 കോടി രൂപ കൂടാതെ അറ്റകുറ്റപ്പണികൾക്കായി 12.50 ലക്ഷം രൂപ കൂടി നൽകി. മുപ്പത്തറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപയാണ് അനുവദിച്ചത്. നിലവിൽ കുറച്ച് സ്ഥലം കൂടി സ്കൂളിന് വാങ്ങും. ഈസ്റ്റ് കടുങ്ങല്ലൂർ സ്കൂളിൽ 1.99 കോടി രൂപയും ഏലൂർ ഗവൺമെൻറ് LP സ്കൂളിന് 1 കോടി രൂപയും അനുവദിച്ചു. കരുമാലൂർ ഗവൺമെൻറ് LP സ്കൂളിന് 75 ലക്ഷം രൂപയും അറ്റകുറ്റപ്പണികൾക്കായി 12.5 ലക്ഷം രൂപയും അനുവദിച്ചു. അയിരൂർ ഗവൺമെൻറ് LP സ്കൂളിന് 1 കോടി രൂപയും ബിനാനിപുരം ഗവൺമെൻറ് ഹൈസ്കൂളിന് 1 കോടി രൂപയും അനുവദിച്ചു. നോർത്ത് കടുങ്ങല്ലൂർ LP സ്കൂൾ പുനർനിർമ്മാണത്തിന് 2 കോടി രൂപയാണ് അനുവദിച്ചത്. സ്കൂളിൻ്റെ ശതാബ്ദി മന്ദിര ഓഡിറ്റോറിയത്തിന് 2 കോടിയും കളിക്കളം നിർമ്മിക്കുന്നതിനായി 50 ലക്ഷവും അനുവദിച്ചു. ഏലൂർ ഗവൺമെൻറ് HSS മികവിൻ്റെ കേന്ദ്രമായി ഉയർത്താൻ 5 കോടി രൂപയും അനുവദിച്ചു. കൂടാതെ കൊങ്ങോർപ്പിള്ളി ഗവൺമെൻറ് HSS, പാനായിക്കുളം LPS, കുന്നുകര JBS എന്നിവിടങ്ങളിൽ കെട്ടിടവും ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് 3 കോടി രൂപയും അനുവദിക്കും. മാനേജ്മെൻറ്റ് സ്കൂളുകളായ സെൻറ്റ് ലിറ്റിൽ ട്രീസ സ്കൂളിന് കിച്ചനും CSR ഫണ്ട് മുഖേന മുൻവശത്ത് മേൽക്കൂരയും തയ്യാറാക്കി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. മണ്ഡലത്തിലെ എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്കും ജൂലൈ 1 മുതൽ BPCL സഹകരണത്തോടെ സൗജന്യ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യും. ചിത്രകഥകളിലൂടെ എല്ലാ LP സ്കൂൾ കുട്ടികൾക്കും ശുചിത്വത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിന് ചെറു പുസ്തകവും നൽകും. മണ്ഡലത്തിൽ 1 കോടി രൂപ ചെലവഴിച്ച് 60 അങ്കണവാടികൾ സ്മാർട്ടാക്കി. ബാക്കിയുള്ളതും ഈ വർഷം തന്നെ സ്മാർട്ടാക്കും. വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുന്നതിന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മണ്ഡലത്തിൽ പൂർണ്ണമായും പ്രഥമ ശുശ്രൂഷ സാക്ഷരത നടപ്പിലാക്കും. സമ്പൂർണ്ണ പ്രഥമ ശുശ്രൂഷ സാക്ഷരത കൈവരിക്കുന്നതിന് എല്ലാ സ്കൂളുകളിലും പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. SSLC +2 പരീക്ഷകളിൽ A+ നേടിയവർ, വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ, ഡോക്ടറേറ്റ് ലഭിച്ചവർ എന്നിവർക്കും 100% വിജയം നേടിയ സ്കൂളുകൾക്കുമാണ് മന്ത്രി നേരിട്ട് പുരസ്കാരം നൽകിയത്. മണ്ഡലത്തിൽ ഉൾപ്പെട്ട കളമശ്ശേരി, ഏലൂർ നഗരസഭകളിലെയും ആലങ്ങാട്, കരുമാലൂർ, കടുങ്ങല്ലൂർ, കുന്നുകര എന്നീ പഞ്ചായത്തുകളിലെയും ഉന്നത വിജയം നേടിയവർക്കും മന്ത്രി പുരസ്കാരങ്ങൾ നൽകി. പുരസ്കാര വിതരണത്തിൻ്റെ ഫോട്ടോയും തത്സമയം വിതരണം ചെയ്തു. 2500 പേർക്ക് നിയമസഭാ മണ്ഡലത്തിലൊട്ടാകെ കഴിഞ്ഞ 3 വർഷങ്ങളിലായി ആകാശമിട്ടായി പുരസ്കാരം നൽകി. ഇത്തവണ 900 പേരാണ് പുരസ്കാരത്തിന് അർഹത നേടിയത്. നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പുറമെ മണ്ഡലത്തിൽ താമസിക്കുകയും മണ്ഡലത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുമാണ് പുരസ്കാരം നൽകിയത്. സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ കളമശ്ശേരിയിൽ നടപ്പാക്കുന്ന നിരവധി പദ്ധതികളിലൊന്നാണ് ആകാശമിഠായി പുരസ്കാരം. ഏലൂർ പാതാളം നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് അധ്യക്ഷയായി. ഏലൂർ നഗരസഭാ ചെയർമാൻ AD സുജിൽ, പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതീഷ്, ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മനാഫ്, കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ, കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു, കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മേനാച്ചേരി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ യേശുദാസ് പറപ്പള്ളി, KN രവീന്ദ്രൻ, മുൻ MLA M യൂസഫ്, ഏലൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജയശ്രീ സതീഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K മാഹിൻ, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബൂബക്കർ, വാർഡ് കൗൺസിലർ അംബിക ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.